സാറന്ന് വയറിളക്കം പിടിച്ച് 6 ദിവസം ആശുപത്രി കിടന്നില്ലേ? അത് ഈ ആഹാരം കഴിച്ചിട്ടാ. എടി വിഷം തന്ന് നീ എന്നെ എന്റെ അമ്മയൊക്കെ കൊല്ലാൻ നോക്കിയല്ലേ? ഓ, നിങ്ങൾ ചെയ്തത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്നും പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. ഇത് സ്റ്റേഷനാണ്, തല്ലുപിടിക്കാൻ നിയമസഭയല്ല. ഇവര് തല്ലുപിടിക്കും സാറേ. ഇവരുടെ ഇടയിലെ പ്രശ്നം സോൾവ് ആക്കാൻ ഇവർക്കൊരു കുട്ടിയില്ല. ഓഹോ, അപ്പൊ സാറിന് കുട്ടികളില്ലേ? ഇല്ല, സാറിന്റെ കുഴപ്പം കൊണ്ടാ കുട്ടികൾ ഉണ്ടാവാത്തത്. പക്ഷെ കൊച്ചമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊച്ചമ്മയുടെ കുഴപ്പം കൊണ്ടാ. അത് ശരി. ചുമ്മാ ഒരു ദിവസം കൊച്ചമ്മ ഇരുന്ന് ഛർദ്ദിക്കുന്ന കണ്ടപ്പോ ഞാൻ ടെൻഷൻ അടിച്ചു പോയി. എന്റെ ഭാര്യ ഛർദ്ദിച്ചതിന് നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നേ? സാറിന് കുട്ടികളുണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കണ്ടേ? അപ്പൊ ടെൻഷൻ കാണും. പിന്നെ നിന്റെ ടെൻഷൻ എങ്ങനെ മാറി? സംഭവം ദഹനക്കേടായിരുന്നു, ചക്കപ്പുഴുക്ക് കഴിച്ചെന്റെ. ചന്ദ്ര, ചക്കപ്പുഴുക്കിന്റെ കാര്യം വിട്, അരഞ്ഞാണത്തിന്റെ കാര്യം ചോദിക്ക്. നീ ഡബ്ല്യൂനെ കൊണ്ട് കളഞ്ഞിട്ട് എത്ര മണിക്കാടാ വീട്ടിൽ തിരിച്ചെത്തിയേ? ഡബ്ല്യു അല്ല സാറേ, ഡിഗ്ലു. അവനെയും കൊണ്ട് വിട്ടിട്ട് എപ്പോഴാ തിരിച്ചു വന്നേ? വെളുപ്പിന് 4 മണിയായി സാറേ. ഞാൻ വീട്ടിൽ വന്നപ്പോ ജോലിക്കാരി ജാനകിയുടെ മുറിയിൽ ഒരു വെളിച്ചം. 4 മണിക്കാ? എന്നിട്ട് നോക്കിയപ്പോ വേർത്ത് കുളിച്ച് സാർ ജാനുവിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. വേർത്ത് വിളിച്ചാ? ജാനുവിന്റെ മുറിയിൽ AC ഇല്ലല്ലോ. സാർ എന്തിനാ അങ്ങോട്ട് പോയ? ഇതേ ചോദ്യം ഞാൻ സാറിന്റെ അടുത്തും ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ജാനുവിന് ഒരു 5000 രൂപ കടം കൊടുക്കാൻ പോയതാണ്. വെളുപ്പം കാലത്താ? സാറിന് സഹായിക്കാൻ തോന്നിയാ പിന്നെ നേരവും കാലമൊന്നും ഇല്ല, ഇല്ലേ സാറേ? പാവം ജാനു കണ്ണ് നിറഞ്ഞ് കൈകൂപ്പി പറയാ, ഒരു കാരണവശാലും 5000 രൂപ തന്നത് കൊച്ചമ്മ അറിയരുതേന്ന്. ഞാൻ ഇതുവരെ കൊച്ചമ്മയോട് പറഞ്ഞിട്ടില്ല, ഇല്ലേ കൊച്ചമ്മ? അപ്പൊ നിങ്ങൾ എന്നെ വഞ്ചിക്കുവായിരുന്നല്ലേ? എടി, ഇവൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. നിനക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ വീട്ടിലെ CC ക്യാമറ ഉണ്ടല്ലോ, അതെടുത്ത് നോക്ക്. ഞാൻ നോക്കും. അതിന് ജാനുവിന്റെ മുറിയിൽ CC ക്യാമറ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യും. സാറേ ഇത് കണ്ട, സാർ ഇറങ്ങി വരുന്ന നിൽക്കുന്നതാണ് ജാനു. കണ്ട, ഇത് അന്ന് 5000 രൂപ, ഇത് 10000 രൂപ ദിവസം എടുത്തത്. കണ്ട, ഒരു ദിവസം 25000 രൂപ കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇനി സാറ് മൂന്നാറിൽ വെച്ച് സഹായിച്ചത്. അയ്യോ, അത് വേറെ മെമ്മറി കാർഡില്ല. അത് കയ്യിലില്ലേ? ഇല്ല. നിങ്ങളെ ഞാനിന്ന് കൊല്ലും. എടി, ഇത് അവന്റെ കള്ളത്തരം മറയ്ക്കാൻ അവന് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ. നീ ഇങ്ങോട്ട് വന്നേ. എടി, അവനിങ്ങനെ കിടന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാനും നീ നാറി പുഴുക്കും. പിന്നെ ജനങ്ങൾ അറിയും എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടില്ല. പ്ലീസ്, നമുക്കൊരു കോംപ്രമൈസ്. എന്ത്? പിന്നെ ഇവളുടെ ഒരു കാര്യം എന്താ മറവിയാടി നിനക്ക്? ഞാനങ്ങ് മറന്നുപോയാ. പിന്നല്ലാതെ. അയ്യോ, കിട്ടേ ഈ സാധനമുണ്ട്. ഇവളുടെ അരഞ്ഞാണേ മോഷണം പോയതല്ല, പിന്നെ അത് ഇവളുടെ അരയിൽ തന്നെ ഉണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ, ഒന്ന് തപ്പി നോക്കണം സാറേ. തപ്പാ മേഡം വന്നേ. അയ്യോ വേണ്ട, ഞാനിപ്പൊ തപ്പി നോക്കിയതേ ഉള്ളൂ. 2 ഉണ്ട് അല്ലേടി? അതെ അതെ. ഇവൾക്ക് പണ്ടേ ഈ മറവിയുള്ളതാ. ഇടയ്ക്ക് എന്നെ എവിടെയെങ്കിലും ഒക്കെ മറന്നു വെച്ചിട്ട് പോകും അല്ലേ? അപ്പൊ ചന്ദ്ര സാറേ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ ഈ കേസ് പിൻവലിച്ചു. എനിക്ക് ഒരു പരാതിയുമില്ല. ബൈ, സോറി. പോട്ടെ പൊന്നെ. ഒരു മിനിറ്റ് സാർ, അപ്പൊ സാറിന് പരാതി ഇല്ലല്ലോ? ഇല്ല. കൊച്ചമ്മയ്ക്ക് പരാതി ഇല്ലല്ലോ? പണ്ടേ ഇല്ലല്ലോ. സാറിനും കൊച്ചമ്മയ്ക്കും പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് സാറേ, ഈ അറിഞ്ഞാണ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാലോ.